കോഴിക്കോടിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിനെ അക്ഷരാർത്ഥത്തിൽ പുളകമണിയിച്ചുകൊണ്ടാണ് കോഴിക്കോട് മീലാദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമസ്തയുടെ റബിയുൽ അവ്വലിനെ വരവേറ്റുകൊണ്ടുള്ള മഹാറാലിയും ഗ്രാൻഡ് മൗലിദും നടന്നത്. കോഴിക്കോട് ബീച്ചിലെ കോതി പാലത്തിനടുത്തു നിന്നും ആരംഭിച്ച റാലി കോഴിക്കോട് സമസ്ത ആസ്ഥാനത്ത് സമാപിച്ചു. സംഘാടക സമിതി ചെയർമാനും കോഴിക്കോട് കാളിയുമായ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലേലി തങ്ങളുടെ നേതൃത്വത്തിൽ സയ്യിദ് ഹംസ ബാഫക്കി തങ്ങൾ, സയ്യിദ് അബ്ദുള്ള കോയ തങ്ങൾ, TPC തങ്ങൾ നാദാപുരം, സയ്യിദ് മുബഷിർ തങ്ങൾ ജമലുല്ലേലി, സൈനുൽ ആബിദീൻ തങ്ങൾ, സയ്യിദ് അലി തങ്ങൾ പാലേരി, ഷറഫുദ്ദീൻ ജിഫ്രി തങ്ങൾ, സയ്യിദ് സാലിഹ് തങ്ങൾ തുടങ്ങിയ സയ്യിദുമാരുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, മുഷാവറ അംഗങ്ങളായ AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഒളവണ്ണ അബൂബക്കർ മുസ്ലിയാർ, സമസ്ത മാനേജർ K മോയിൻകുട്ടി മാസ്റ്റർ, സ്വാഗത സംഘം കൺവീനർ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, OPM അഷ്റഫ്, സലാം ഫൈസി മുക്കം തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. സമസ്ത ആസ്ഥാനത്ത് നടന്ന ഗ്രാൻഡ് മൗലിദോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിച്ചത്. ചെയർമാൻ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലേലി തങ്ങളുടെ അധ്യക്ഷതയിൽ സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഗ്രാൻഡ് മൗലിദ് ഉദ്ഘാടനം ചെയ്തു. മൗലിദുകൾ സംഘടിപ്പിക്കുമ്പോൾ ആത്മാർത്ഥതയും ഉദ്ദേശശുദ്ധിയും നന്നാവണമെന്ന് തങ്ങൾ അഭിപ്രായപ്പെട്ടു. വരും വർഷങ്ങളിലും ഗ്രാൻഡ് മൗലിദുകൾ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. സംഘാടകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് റാലിയിലും ചടങ്ങിലും സംബന്ധിച്ചത്. വിവിധ മദ്രസകളിൽ നിന്നും കുട്ടികളുടെ ദഫ് സംഘങ്ങളും സ്കേറ്റിംഗ് ടീമുകളും റാലിയുടെ കൂടെയുണ്ടായിരുന്നു. പ്രവാചക തിരുപ്പിറവിയുടെ വരവറിയിച്ച റാലിയെ കോഴിക്കോട്ടെ ആബാലവൃദ്ധം ജനങ്ങളും ഇരുകൈയോടെയാണ് ഏറ്റെടുത്തത്.